എനിക്ക് സ്വന്തം ചെയ്യാറുണ്ട്. എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ ഈശോയോട് കൂടുതൽ അടുക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ സ്പർശിച്ചത് നന്ദി നന്ദി എൻ ദൈവമേ നന്ദി. അമ്മയോടൊരു ഭയങ്കര ബന്ധമുണ്ട്. മാതാവ് എന്നെ ഇത്രയും എത്തിച്ചതും കൊണ്ടു നടന്നതും കൂടെ നിൽക്കുന്നതും സപ്പോർട്ടായിട്ട് നിന്ന ജപമാലയാണ്. ഞാൻ അന്ന് വിടുകയില്ല എന്ന് പറഞ്ഞ രാത്രികളിലൊക്കെ ഞാൻ ഒരുപാട് ജപമാലയിൽ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം ഞാൻ മാതാവിനോട് പറയായിരുന്നു, മാതാവേ എന്നെ എങ്ങനെയും ഒന്ന് കൊണ്ടുപോകണേ. നമസ്കാരം, എൻ്റെ പേര് മെറിൻ കെ മാത്യു. കല എന്നത് ദൈവദാനമാണ്. അത്തരത്തിൽ ദൈവം സമൃദ്ധമായി അനുഗ്രഹിച്ച ഒരു കലാകാരിയാണ് ഇന്ന് എൻ്റെ കൂടെയുള്ളത്. റോട്ടറി ഇൻ്റർനാഷണൽ അവാർഡ് 2022 മ്യൂസീഷ്യൻ ഐക്കൺ അവാർഡൊക്കെ സ്വന്തമാക്കി ഷാലോമിലൂടെയൊക്കെ നമുക്കേറെ പരിചിതയായ സിസ്റ്റർ ലിൻസ് റാണി. ഇടുക്കിക്കാരിയാണ്. അതെ, സിസ്റ്ററിന് ഏറെ സ്നേഹത്തോടു കൂടി സ്വാഗതം. നന്ദി. സിസ്റ്റർ ഒന്ന് സ്വയം പരിചയപ്പെടുത്താമോ? നമുക്കൊക്കെ അറിയാം, എന്നിരുന്നാലും സ്വദേശം, കുടുംബം. എൻ്റെ പേര് സിസ്റ്റർ ലിൻസ് റാണി. ഞാൻ ഇടുക്കി പ്രോവിൻസ് അംഗമാണ്, CMC. എൻ്റെ വീട് തോപ്രാങ്കുടി. എൻ്റെ ചാച്ചന് അമ്മ മരിച്ചുപോയി. പിന്നെ ഞങ്ങൾ 6 മക്കളാണ്. ഞാൻ വീട്ടിലെ ഏറ്റവും ഇളയാളാണ്. സിസ്റ്ററായിട്ട് 23 വർഷമാകാൻ പോകുന്നു. മക്കളിൽ വേറെ ആരെങ്കിലും? ഇല്ല, സിസ്റ്റേഴ്സ് ആരും. ഇളയാള് തന്നെയാണ് സന്യാസത്തിലേക്ക് വന്നത്. അതെ. ഓക്കെ. ബാല്യമൊക്കെ എങ്ങനെയായിരുന്നു? ചെറുപ്പത്തിലേ മുതലേ ആഗ്രഹിച്ച് തന്നെ കടന്നു വന്നതാണ്? അങ്ങനെ വലിയൊരു ആഗ്രഹമൊന്നും എനിക്കില്ലായിരുന്നു. റിയലി ഞാൻ മ്യൂസിക് ഫീൽഡിലായിരുന്നു. എന്ന് പറഞ്ഞാൽ എൻ്റെ ചാച്ചൻ നന്നായി പാടുന്ന ആളായിരുന്നു. അപ്പോൾ ഒരു കലയുടേതായ ഒരു ബാക്ക്ഗ്രൗണ്ട് വീട്ടിലുണ്ടായിരുന്നു. പിന്നെ ഞാനൊരു 7ാം ക്ലാസ്സോടുകൂടി 3 വർഷത്തോളം മടത്തി വരുന്നോടം വരെ ഞാൻ റേഡിയോ നിലയത്തിൽ അവിടെ പ്രോഗ്രാമിനൊക്കെ പോയിക്കൊണ്ടിരുന്ന ആളാണ്. പിന്നെ മത്സരങ്ങൾക്കെല്ലാം പങ്കെടുക്കുമായിരുന്നു. അതിലൊക്കെ ഉപരിയായിട്ട് നമ്മുടെ ദേവാലയത്തോടനുബന്ധിച്ചുള്ള കൊയർ അങ്ങനെയുള്ള എല്ലാ പ്രോഗ്രാമിനും പങ്കുചേരുമായിരുന്നു. അപ്പോൾ നമുക്കങ്ങനെ കലാപരമായിട്ട് കൂടുതൽ വളർന്നു വന്നത് ഞാൻ എൻ്റെ പള്ളിയുമായിട്ട് സംഘടനകളൊക്കെ ആയിട്ടാണ്, മിഷലിയൊക്കെ ആയിട്ടാണ് ഞാൻ ഇതിലേക്ക് വന്നത്. പിന്നെ സിസ്റ്റേഴ്സിൻ്റെ അവിടെ CMC സിസ്റ്റേഴ്സായിരുന്നു. അപ്പോൾ അവരുടെ ഒരു വലിയ സപ്പോർട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വളരെ ഒരു സഹായകമായി തീർന്നു. അങ്ങനെ അവരെ കണ്ടിട്ടാണോ സിസ്റ്റർ ആവണമെന്നൊരു ഇൻസ്പിറേഷൻ കിട്ടിയത്? തീർച്ചയായിട്ടും അതിലൂടെ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ സിസ്റ്റർ ആകണമെന്ന് ചെറുപ്പം തൊട്ടേ എനിക്കങ്ങനെ തോന്നിയിരുന്നില്ല. പിന്നെ മെയിനായിട്ട് ഞാൻ ഇങ്ങനെ ഒരു ഫീൽഡിൽ ആണല്ലോ, മ്യൂസിക് ഫീൽഡിലൊക്കെ എന്ന് പറഞ്ഞാൽ പാടാനൊക്കെ ഒത്തിരി പാടാൻ പോകാറുണ്ട്, അവസരങ്ങൾ കിട്ടാറുണ്ട്. നല്ലൊരു മൊമെന്റ് ഉണ്ടല്ലോ, ദൈവം എന്നെ വിളിക്കുന്നു എന്ന് തോന്നുന്ന ഒരു മൊമെന്റ്. അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങ് വരുന്നതിന് മുമ്പ് ആ വർഷത്തെ സംസ്ഥാന മത്സരത്തിൽ സ്കൂൾ കലോത്സവത്തിലുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ ക്രിസ്ത്യനൊക്കെ ധ്യാനങ്ങൾക്കൊക്കെ പോകുമായിരുന്നു. പിന്നെ ഞാൻ അങ്ങനെ പാട്ടൊക്കെ പാടുമ്പോൾ എനിക്കങ്ങനെ തോന്നി, നമ്മൾ ഈ ലോകത്തിൽ ഒത്തിരി ഇങ്ങനെ വെട്ടിപ്പിടിച്ചു കുറേ അങ്ങനെ പത്രത്തിൽ പടം വരുന്നു, അല്ലെങ്കിൽ റേഡിയോ പാട്ട് വരുന്നു. അതിലൊക്കെ ഉപരിയായിട്ട് ഈശോയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നൊരു ചെറിയൊരു ചിന്ത എൻ്റെ ഉള്ളിൽ എപ്പോഴോ കടന്നു വന്നു. എപ്പോഴാണെന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനെ കൃത്യമായി പറയാൻ പറ്റില്ല. പക്ഷെ എനിക്ക് അങ്ങനെ തോന്നി. ആ രീതിയിലാണ് പിന്നെ തമ്പുരാന് വേണ്ടി പാടണമെന്നൊരു ഭയങ്കര ദാഹവും ആഗ്രഹമൊക്കെ തോന്നിയത് കൊണ്ടാണ് ഈ ഫീൽഡ്. അത് വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകും. തീർച്ചയായിട്ടും എനിക്ക് ഇവിടെ ആയതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇത്രയും വളരാൻ ഞാൻ വളർന്നു എന്ന് അങ്ങനെയല്ല പറഞ്ഞത്. എന്നാലും ഇത്രയും പാടാനായിട്ട് എനിക്ക് സാധിക്കുന്നത് തീർച്ചയായിട്ടും ഞാൻ ഈ സന്യാസത്തിലേക്ക് വന്നുകൊണ്ട് മാത്രമാണ്. സിസ്റ്റർ സംഗീത ഉപകരണങ്ങളും പഠിച്ചിട്ടുണ്ട്? സംഗീത ഉപകരണങ്ങൾ, ശാസ്ത്രീയമായ സംഗീതവും പഠിച്ചു. അപ്പോൾ എങ്ങനെയായിരുന്നു ആ ഒരു വിദ്യാഭ്യാസ കാലഘട്ടം? ഞാൻ ചെറുപ്പത്തിലെ വീട്ടിൽ നിന്നൊന്നും പഠിച്ചിട്ട് വന്നതല്ല. പിന്നെ നമുക്ക് പാരമ്പര്യമായി കിട്ടുന്ന ഒരു സ്വരമുണ്ടല്ലോ, അതാണ് എനിക്കുണ്ടായിരുന്നത്. പിന്നെ ഞാൻ സന്യാസത്തിൽ വന്നിട്ട് മറ്റു പലതൊക്കെയാണ് പഠിക്കാനൊക്കെ പോയത്. പിന്നെ ഒരു കാലഘട്ടത്തിൽ എൻ്റെ അധികാരികളും സഭയും എനിക്ക് ഇങ്ങനെയൊരു കഴിവുണ്ടെന്ന് ഓർത്തപ്പോൾ കൂടുതൽ പഠിപ്പിക്കണമെന്ന് കണ്ടാണ് ഞാൻ മ്യൂസിക് പഠിക്കാനായിട്ട് പോയത്. 2 വർഷത്തോളം ഞാൻ എറണാകുളത്ത് ഡോൺ ബോസ്കോ ഫാദേഴ്സിൻ്റെ അവിടെ മ്യൂസിക് പഠിക്കാൻ വന്നത്. സ്റ്റാർട്ടിങ് അവിടെയായിരുന്നു. അതിനുശേഷം ഞാൻ സ്വാതിരുന്നാൾ മ്യൂസിക് കോളേജിലായിരുന്നു. അവിടെ നിന്നാണ് ഗാനഭൂഷൺ എടുത്ത് പഠിച്ചത്. CMC സന്യാസിനി സമൂഹം അതിനൊത്തിരി സപ്പോർട്ട് ചെയ്തു? തീർച്ചയായിട്ടും. അല്ലെങ്കിൽ ഞാനിങ്ങനെ പഠിക്കില്ലല്ലോ. അങ്ങനെയല്ല, സപ്പോർട്ട് കൂടുതലായിട്ടും എന്നെ ഇതിലൂടെ ദൈവമഹത്വത്തിനായിട്ട് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു വലിയ തിരിച്ചറിവ് എൻ്റെ അധികാരികൾക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് എന്നെ ഇതിലേക്ക് വിട്ടതും എന്നെ പഠിപ്പിച്ചതും ഒക്കെ. അവർക്ക് ഭയങ്കര താല്പര്യമായിരുന്നു എന്നെ പഠിപ്പിക്കണമെന്ന്. അതിങ്ങനെ സിസ്റ്റർ ഒത്തിരി വേദികളിൽ പാടിയിട്ടുണ്ട്. CMC വിഷ്ണു വേണ്ടി പാടി, ആൽബം സോങ് പാടി, ഷാലോമിൽ ഇന്റർവ്യൂ പാടി, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ പാടിയിട്ടുണ്ടെങ്കിലും പട്ടപ്പാട്ടുകാരി എന്നുള്ള പേരങ്ങോട്ട് മാറുന്നില്ല. അതെന്തായിരിക്കും അങ്ങനെ ഒരു സ്പെഷ്യാലിറ്റി? വന്നത് ഞാൻ 2005 തൊട്ട്
പട്ടങ്ങൾക്ക് പാടാൻ തുടങ്ങി. അത് അന്ന് ഞങ്ങളുടെ ഇടുക്കി രൂപത തിരിഞ്ഞതിന് ശേഷമാണ്. അപ്പം ഞാൻ ജസ്റ്റ് സിസ്റ്ററൊക്കെ ആയി വന്ന കാലഘട്ടമാണ്. ഈണം കൊയറാണൊക്കെ അന്ന് അവിടെ കൊയറൊക്കെ ചെയ്യുന്നത്. ആ സിറ്റുവേഷന് ഞങ്ങളുടെ മുമ്പത്തെ പിതാവൊക്കെ കൂടെ പറഞ്ഞ് ഒരു കൊയർ ജസ്റ്റ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് അന്ന് തുടങ്ങിയതാണ്. ഇപ്പം 21 വർഷത്തോളമായി, 21 വർഷം പൂർത്തിയായി. അന്ന് തൊട്ട് ഇങ്ങനെ പാടാൻ തുടങ്ങിയതാണ്. ഒരു 130ഓളം എന്നെൻ്റെ ഓർമ്മയിൽ അത്ര വൈദികർക്ക് വേണ്ടി പാടാൻ പറ്റിയിട്ടുണ്ട്. ദൈവം അനുഗ്രഹിച്ച ഒരു വലിയ കൃപയായിട്ട് ഞാൻ കാണുന്നതിനെ. ഇപ്പോൾ ദൈവവിളിക്ക് വേണ്ടി അത്രയും പാടുമ്പോൾ മറ്റു പാട്ടുകൾ പാടുന്നതിനേക്കാൾ ദൈവവിളിക്ക് വേണ്ടി പാടുന്നതാണ് അതെനിക്ക് ഏറ്റവും ഇഷ്ടം. പട്ടത്തിന് പാടുന്നത്, അതിപ്പോൾ റെക്കോർഡിങ്ങിന് പാടുന്നതിലും മറ്റൊരു പാട്ട് ഞാൻ പാടി മ്യൂസിക് ചെയ്ത് പാടുന്നത്, അതിലൊക്കെ ഏറ്റവും എനിക്കിഷ്ടവും എനിക്ക് ഏറ്റവും ഈശോയോട് കൂടുതൽ അടുത്തിരിക്കാനും ഒക്കെ പറ്റുന്നത് പട്ടത്തിന് പാടുന്ന ഒരു കൃപ നമുക്ക് വേറെ ഒരു പാട്ട് പാടുമ്പോഴും കിട്ടില്ല. അതങ്ങനെയാണ്. സ്വന്തമായിട്ട് ഒരു പാട്ട് രചിക്കുകയും ചെയ്തു ദൈവവിളിയായി. അങ്ങനെ പാട്ടുകൾ ചെയ്തിട്ടുണ്ട്, പല പാട്ടുകൾ. ആദ്യമായിട്ട് ചെയ്തതാണ് നിന്നെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടെന്നുള്ളൊരു പാട്ട്. അത് ഞാൻ ജൂനിയറേറ്റിലായിരുന്ന സമയത്ത് എനിക്കൊരു ശാരീരികമായിട്ടുള്ള രോഗാവസ്ഥകളിലൂടെയൊക്കെ കടന്നു പോയപ്പോൾ ആ ഒരു അവസ്ഥയിലൊരു ഹോസ്പിറ്റലിൽ വെച്ച് എഴുതി ചെയ്തൊരു പാട്ടായിരുന്നു ആ പാട്ട്. ഇന്ന് ദൈവവിളി ഒത്തിരി കുറഞ്ഞു വരുന്നു, അല്ലെങ്കിൽ കുട്ടികൾ സംശയത്തിൻ്റെ ഒക്കെ നിഴലിൽ നിൽക്കുമ്പോൾ ആ പാട്ടൊക്കെ ഭയങ്കര പ്രചോദനമാണ്. നമ്മൾ ആ പാട്ട് കേൾക്കുമ്പോൾ അതിൻ്റെ ഈണവും വരികളും. സിസ്റ്റർ, അപ്പോൾ ആ പാട്ടൊന്ന് പാടാമോ? പാടാം. നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്, നിൻ സ്നേഹരാജനാമീശോയ്ക്ക്. നിന്നെ കുറിച്ചൊരു സ്വപ്നമുണ്ട്, നിൻ പ്രാണനാഥനാമീശോയ്ക്ക്. നീ ജനിക്കും മുൻപേ കണ്ടിരുന്നു, ഉദരത്തിൽ വച്ച് അറിഞ്ഞിരുന്നു. നീ ജനിക്കും മുൻപേ കണ്ടിരുന്നു, ഉദരത്തിൽ വച്ച് അറിഞ്ഞിരുന്നു. ആരാകണം നീ, എന്താകണം നീ, അതു നിന്റെ നാഥന്റെ സ്വപ്നമല്ലേ. ആരാകണം നീ, എന്താകണം നീ, അതു നിന്റെ നാഥന്റെ സ്വപ്നമല്ലേ. നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്, നിൻ സ്നേഹരാജനാമീശോയ്ക്ക്. നിന്നെ കുറിച്ചൊരു സ്വപ്നമുണ്ട്, നിൻ പ്രാണനാഥനാം ഈശോയ്ക്ക്. നാഥന്റെ സ്വപ്നം സഫലമാക്കാൻ നിന്റെ സ്വപ്നം ത്യജിച്ചിടണം. നിന്നെ നയിക്കാൻ നിന്നാത്മനാഥൻ എന്നെന്നും എപ്പോഴും കൂടെയുണ്ട്. നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്, നിൻ സ്നേഹരാജനാമീശോയ്ക്ക്. നിന്നെ കുറിച്ചൊരു സ്വപ്നമുണ്ട്, നിന്നാത്മനാഥനാ ഈശോയ്ക്ക്. നമ്മുടെ പദ്ധതിയേക്കാളൊക്കെ ഒത്തിരി വലുതാണ് ഈശോയുടെ പദ്ധതി എന്നൊരു മെസ്സേജ് അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഇതിന്റെ വരികൾ എന്ന് പറയുമ്പോൾ സന്യസ്തർക്ക് അല്ലെങ്കിൽ വൈദികരാവാൻ ആഗ്രഹിക്കുന്നവർക്ക് മാത്രമല്ല. ഇപ്പൊ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ പലരും വിചാരിക്കുമല്ലോ, എന്റെ പ്ലാൻ ഒന്നും നടന്നില്ല, എന്റെ പ്ലാൻ ഒന്നും ഈശോ നടത്തി തന്നില്ല എന്ന്. പക്ഷെ നമ്മുടെ പ്ലാൻ നമുക്ക് ത്യജിക്കേണ്ടി വരും എന്നുള്ളത് സിസ്റ്റർ കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്. സിസ്റ്റർ എഴുതിയ വരികൾ, അത്രയും വരികളാണ് ഹൈലൈറ്റ് എന്ന് വേണമെങ്കിൽ പറയാം സംഗീതത്തേക്കാൾ. പക്ഷെ എല്ലാം കൊണ്ടും പൂർണ്ണമായും എല്ലാവർക്കും, സന്യസ്തർക്കും വൈദികർക്കും ഇപ്പം ഞങ്ങളെ പോലെയുള്ള കുട്ടികൾക്കും യുവാക്കൾക്കും എല്ലാവർക്കും വളരെ മനോഹരമായിരിക്കുന്നു. താങ്ക് യു.
പിന്നെ പണ്ട് മുതലേ നമ്മളിങ്ങനെ പറയും അച്ഛന്മാർക്ക് ഒത്തിരി അവസരം കിട്ടുന്നുണ്ട്, വേദി കിട്ടുന്നുണ്ട്, ഞങ്ങളുടെ സിസ്റ്റർമാർക്ക് പാടാൻ അവസരം കിട്ടുന്നില്ല എന്ന് വെച്ചാൽ മീഡിയയിലേക്കൊക്കെ മൊത്തത്തിലല്ല. പക്ഷെ ഇപ്പോൾ CMC വിഷൻ ആയാലും അല്ലെങ്കിൽ മൊത്തത്തിൽ സിസ്റ്റർമാർ മുൻനിരയിലേക്ക് വരുന്നു, അല്ലെങ്കിൽ സിസ്റ്റർമാരും പാടുന്നു, കഴിവുകൾ ദൈവമഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. അതൊരു ഭയങ്കര പ്രോഗ്രസ് അല്ലേ? തീർച്ചയായിട്ടും. നമുക്കിപ്പോൾ കാണുന്നതിൽ അച്ഛന്മാരെ, എനിക്ക് തോന്നുന്നത് അച്ഛന്മാരെക്കാട്ടിലും കൂടുതലായിട്ട് സിസ്റ്റേഴ്സാണ് ഒരു പടി കൂടി ഈ ഫീൽഡിൽ നിൽക്കുന്നതെന്ന് തോന്നുന്നു. പിന്നെ പ്രത്യേകിച്ച് ഞാൻ പറയാമല്ലോ, ഞാനിപ്പോൾ എനിക്ക് പാടാൻ ഏറ്റവും കൂടുതൽ അവസരം കിട്ടിയേക്കുന്നത് ഞങ്ങളുടെ മീഡിയ ഈ CMC വിഷനിലൂടെ തന്നെയാണ്. കാരണം ഒരുപാട് അവസരങ്ങൾ, അതുപോലെ തന്നെ ബാക്കിയുള്ളവരെ അതിനകത്ത് ആഡ് ചെയ്യാനായിട്ടും പറ്റുന്നുണ്ടല്ലോ. അപ്പം ഈ കൊറോണ കാലത്തോട് കൂടിയാണല്ലോ ഇങ്ങനെയൊരു അല്ലേ തുടക്കം എന്ന് പറയാം, സിസ്റ്റേഴ്സ് കൂടുതലായിട്ട് അതിൽ. അപ്പോൾ അതിലൂടെ ഒരുപാട് പേർക്ക്, ഞാൻ തന്നെ ആദ്യം വാഴ്ത്തിയിടുന്നതാന്നുള്ള പാട്ട് ജസ്റ്റ് ഒരു വീഡിയോ എടുത്തിട്ടാണ് ഇങ്ങനെ വന്നത്. അപ്പം നമുക്കങ്ങനെ ഒരുപാട് അവസരങ്ങൾ കിട്ടുന്നുണ്ട്, അതിലൂടെ ദൈവമഹത്വം നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്, ഒരുപാട് പേര് കാണുന്നുണ്ട്. സംഗീതം മാത്രമല്ല, ഇപ്പോൾ നമുക്കറിയാം ക്യാമറ അതുപോലെ തന്നെ ഓഡിയോ ടെക്നോളജി, എല്ലാ കാര്യങ്ങളും, പിന്നെ ഇന്റർവ്യൂവും എല്ലാം ഹാൻഡിൽ ചെയ്യുന്ന നമ്മുടെ സിസ്റ്റേഴ്സ് തന്നെയാണ്. അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്നുണ്ട്, ഒരു വലിയ അനുഗ്രഹമാണ്. അതുപോലെ തന്നെ ഈ ഗാനത്തിലൂടെ അല്ലെങ്കിൽ ഈ സംഗീതത്തോടെയൊക്കെ ഒത്തിരി സോഷ്യൽ ഇഷ്യൂസിനെയൊക്കെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സ് ദൈവകരങ്ങളിൽ എന്ന് പറയുന്ന ഒരു ആൽബം നമ്മൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ വരികൾ പാടിയത് സിസ്റ്ററാണ്. അതങ്ങനെ പാടുന്ന വഴിയും നമ്മുടെ സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെടുന്ന ഒരു സമൂഹത്തിനെ ചേർത്ത് നിർത്താനും നമുക്ക് ദൈവമഹത്വത്തിലൂടെ തന്നെ അവരെ ചേർത്ത് നിർത്താൻ പറ്റുന്നുണ്ട്. അപ്പോൾ സംഗീതത്തിൻ്റെ ഒരു ശക്തിയാണതെന്നൊക്കെ പറയാം. ഇപ്പം അത് പറയാൻ കാരണം സിസ്റ്റർ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് അത് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളൊരു മേഖലയിലായിരിക്കും. കൗൺസിലറായിട്ടാണ്. ദിവസേന നമ്മൾ ഒത്തിരിയധികം പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളെ കാണേണ്ടി വരും, അവരെ ആശ്വസിപ്പിക്കേണ്ടി വരും. അപ്പോൾ ഈ സംഗീതത്തിലുള്ള ഈ കഴിവ് അല്ലെങ്കിൽ ഒരു അനുഗ്രഹം അവിടെ ഉപയോഗപ്പെടുത്താറുണ്ടോ? ഒരു മ്യൂസിക് തെറാപ്പികളെന്നൊക്കെ പറയും. ഇപ്പോഴത്തെ രീതി മ്യൂസിക് തെറാപ്പിയിലൂടെ മനുഷ്യൻ്റെ മനസ്സിനെ മാറ്റിയെടുക്കുക എന്നൊക്കെ പറയുവേ. എങ്കിലും നമ്മളവരെ കേൾക്കുക എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ അങ്ങനെ ചെയ്തത് വളരെ ചുരുക്കം ചില കേസുകളിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ സാധിക്കുമെന്ന് എൻ്റെ ജീവിതത്തിലൂടെ. പക്ഷെ നമ്മളല്ല അവിടെ ചെയ്യുന്നത്, ദൈവത്തിൻ്റെ ഒരു പ്രത്യേക ഒരു തമ്പുരാൻ്റെ ഒരു കരമാണ് ശരിക്കും അങ്ങനെ അവിടെ പ്രവർത്തിക്കുന്നത്. കാരണം ഞാൻ പറഞ്ഞത്, ഒരിക്കലും ഇങ്ങനെ ഒരാൾ എൻ്റെ അടുത്ത് വന്നു, ആൾക്കിങ്ങനെ പെട്ടെന്നൊരു മെൻ്റലി ഷോക്ക് വന്നിട്ട് ആൾക്ക് കരയാൻ പറ്റുന്നില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല. അതായത് മനസ്സിലെന്തോ ഇങ്ങനെ ഒരു ഭാരം നിറഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ആൾക്ക്. ആളൊരു നേഴ്സായിരുന്നു. അപ്പോൾ ആൾക്ക് പെട്ടെന്നുണ്ടായ ഒരു ഷോക്കിലൂടെ ഇതിനെയൊന്ന് ഞാൻ സംസാരിച്ചു. പക്ഷെ സംസാരിച്ച് കഴിയുമ്പോഴും ആൾക്ക് അങ്ങോട്ട് തുറന്നൊന്ന് കരയുവാണെങ്കിൽ എൻ്റെ കുറേ പ്രശ്നങ്ങൾ തീരുമെന്ന് ആൾ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഞാൻ ഓർത്ത് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് മാറ്റം അങ്ങനെ ഒത്തിരി അങ്ങോട്ട് ആൾക്ക് ഇതാകാൻ പറ്റണില്ല. അത് സിറ്റുവേഷനിൽ അന്ന് എനിക്കിങ്ങനെ തോന്നി, എന്നാൽ ഒരു പാട്ടൊക്കെ പാടാമെന്ന് പറഞ്ഞ് ഞാൻ ആളോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്താൽ ഒരു 5 മിനിറ്റ് ഒന്ന് കണ്ണടച്ചിരിക്കുക, ഞാൻ ഒന്ന് ജസ്റ്റ് പ്രാർത്ഥിച്ചൊരു ഇങ്ങനെ എന്ന് പറഞ്ഞ്. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്നൊരു പാട്ട് വന്നു എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ താങ്ങുന്ന ദൈവം കൂടെയുള്ളപ്പോൾ എന്നുള്ളൊരു പാട്ടാണ്. അപ്പോൾ അതിങ്ങനെ പാടി, അതായത് ഒരു കുറച്ചങ്ങ് കഴിഞ്ഞപ്പോഴത്തേക്കും ആൾ ഭയങ്കരമായിട്ടങ്ങ് കരയാൻ തുടങ്ങി. കരഞ്ഞെന്ന് പറഞ്ഞാൽ ആൾ ആ പാട്ട് കഴിഞ്ഞിട്ട് ആൾ ഒരുപാട് കരഞ്ഞു. ശരിക്കും അതോടുകൂടി ആൾ ഓക്കെ ആയി മാറി എന്ന് പറഞ്ഞാൽ അന്നാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് മ്യൂസിക് വെച്ച് എനിക്ക് സ്വന്തം ചെയ്യാറുണ്ട്. എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ ഈശോയോട് കൂടുതൽ അടുക്കാൻ വേണ്ടി ജസ്റ്റ് എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ സ്പർശിച്ചത് നന്ദി നന്ദി എൻ ദൈവമേ നന്ദി എന്നേശുപരാ. അത് പാടുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്നെ അങ്ങോട്ട് ഭയങ്കരമായിട്ട് അങ്ങ് സ്പർശിക്കും ആ വരികളും അതിൻ്റെ ഈണവും ഒക്കെ. എന്ന് പറഞ്ഞതുപോലെ ഓരോ വ്യക്തികൾക്കും എനിക്ക് ഈ പാട്ട് ഫീൽ ചെയ്യുന്നതെങ്കിൽ മറ്റുള്ളവർക്ക് അത് വേറൊരു തരത്തിലായിരിക്കും അത് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അത് മ്യൂസിക് എന്ന് പറയുന്ന കാര്യം നമുക്ക് എല്ലാ തരത്തിലും മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു ചെല്ലും. ഏത് വ്യക്തികളെയും മാറ്റിമറിക്കാനായിട്ട് മ്യൂസിക്കിന് പറ്റും. അതാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. സ്വർഗത്തിലും അതല്ലേ നടക്കുന്നത്, പാട്ട് സംഗീതം സുഖപ്പെടുത്തും എന്ന് പറയുന്നത് സിസ്റ്ററിൻ്റെ അനുഭവത്തിൽ സത്യമാണ്. ഉറപ്പായിട്ടും, തീർച്ചയായിട്ടും. ഇങ്ങനെ ഈ സംഗീതത്തിലൂടെ അല്ലെങ്കിൽ ഈ കഴിവിലൂടെ ഒത്തിരി പേർക്ക് സൗഖ്യമേകാൻ സിസ്റ്റർക്ക് സാധിക്കുന്നുണ്ട്. അതൊരു വലിയ അനുഗ്രഹമായിട്ട് തന്നെ നമ്മൾ കരുതുന്നു. എപ്പോഴെങ്കിലും സിസ്റ്റർക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം തോന്നിയിട്ടുണ്ടോ എന്തെങ്കിലും ഇനിയുള്ള ജീവിതത്തിൽ? സംഗീതം വഴിയാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും സിസ്റ്റർക്ക് ഇപ്പോൾ ഈ ഒരു മൊമെൻറ്റിൽ ഈ ഒരു ആഗ്രഹം ഈശോ നടത്തി തരണം, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഇതിനു വേണ്ടിയാണ് ഇനി ഞാൻ ജീവിക്കുന്നത്, അങ്ങനെ ഒരു ആഗ്രഹത്തെ പ്രതി സിസ്റ്റർ ഓർക്കാറുണ്ടോ? എനിക്ക് തോന്നുന്നത് ആഗ്രഹം എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ പറയുന്ന കാര്യങ്ങൾ നടത്തിത്തരണം അങ്ങനെയുള്ള ഉദ്ദേശിച്ചാണോ? അങ്ങനെയല്ല, നമുക്ക് ഇപ്പം
ഓരോ സിസ്റ്റേഴ്സും അല്ലെങ്കിൽ ഓരോ വ്യക്തികൾക്ക് അവരുടെ ജീവിതത്തിൽ ഒരു ഇതുണ്ടാവില്ല. അല്ലെങ്കിൽ സിസ്റ്റർമാർക്ക് ചിലർ വിദ്യാഭ്യാസം ഏറ്റെടുക്കും, ഇത്ര കുട്ടികളെ വിദ്യാഭ്യാസത്തിലൂടെ നല്ല രീതിയിലേക്ക് കൊണ്ടുവരണം, അല്ലെങ്കിൽ പാവപ്പെട്ട കുട്ടികൾക്ക് ഒരു തണലാകണം, അങ്ങനെ. അപ്പോൾ സിസ്റ്ററിൻ്റെ ഒരു മേഖലയിൽ ഈ സംഗീതത്തെ പ്രതി സിസ്റ്റർ എന്തൊരു കാര്യത്തെയാണ് മനസ്സിൽ മുന്നിൽ കാണുന്നത്? ഞാൻ ഉദ്ദേശിക്കുന്നത്, ഞാനിപ്പോൾ പാടാൻ ഇന്ന് ഇറങ്ങിയാലും എപ്പോൾ ഞാൻ പാടാൻ തുടങ്ങിയാലും ഞാൻ പ്രാർത്ഥിക്കുന്ന, എൻ്റെ ഉള്ളിനുള്ളിൽ ഞാൻ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുന്നത്, അത് ഞാനല്ല ഒരിക്കലും പാടുന്നത്, അല്ലേ? ഞാൻ ഇപ്പോൾ പാടുമ്പോൾ മൈക്ക് എടുക്കുമ്പോഴും ഈശോയെ ഞാൻ ഈ പാടുന്ന ആരുടെയും ഹൃദയത്തെ സ്പർശിക്കണേന്ന് പറഞ്ഞാൽ ദൈവമഹത്വം മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അല്ലാതെ നമ്മുടെ സ്വരങ്ങളൊക്കെ മാറി മറിഞ്ഞും പോവില്ലേ? അപ്പോൾ പിന്നെ അതിലോടൊന്നും എനിക്ക് താല്പര്യമില്ല. പിന്നെ എൻ്റെ അധികാരികൾ ഏത് നിമിഷം പറഞ്ഞാലും ഞാൻ അതിന് തയ്യാറായി. എന്ന് പറഞ്ഞാൽ ലിൻസാണി പാട്ട് നിർത്തിക്കോളാൻ പറഞ്ഞാൽ ഞാൻ തയ്യാറായി. ഇതിൽ പാട്ടല്ല എൻ്റെ മെയിൻ. ഒരിക്കലും ഞാൻ പാട്ടിന് ഇമ്പോർട്ടൻസ്, പാട്ടിന് കൊടുക്കുന്നൊരു ദൈവം എനിക്ക് തന്ന കഴിവാണ്, അത് ഞാൻ പാടും. പക്ഷേ എൻ്റെ അധികാരികൾ ആഗ്രഹിക്കുന്ന രീതിയിൽ, അതായത് പാട്ടിന് ദൈവവിളിയാണ് എൻ്റെ മെയിൻ. തമ്പുരാനെ സ്നേഹിക്കുക. എന്നെ ഏത് ജോലി ഏൽപ്പിച്ചിരിക്കുന്നോ അത് പാട്ട് മാറ്റി വെച്ചിട്ടുള്ളതാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ ചെയ്യും. എനിക്ക് ദൈവം, പക്ഷെ ഒരിക്കലും അധികാരികൾ അങ്ങനെ പറയുമോ, അതിനെ മാറ്റി നിർത്താൻ പറയുമോ ചെയ്യില്ലെന്ന് എനിക്ക് 100% ഉറപ്പാണ്. പാട്ടിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, ഇല്ലെന്നല്ല, മറിച്ച് ദൈവമഹത്വത്തിനായിട്ടുള്ളതാണെങ്കിൽ മാത്രമേ, അതാണ് എൻ്റെ പ്രാധാന്യം. ദൈവം മഹത്വപ്പെടുന്നുണ്ടോ, ഞാൻ പാടുന്നത് കൊണ്ട് തമ്പുരാൻ മഹത്വപ്പെടുന്നില്ലെങ്കിൽ അതിനെനിക്ക് താല്പര്യമില്ല. അത്രയും ദൈവമഹത്വത്തിന് വേണ്ടിയാണ് സിസ്റ്റർ പാടുന്നത്. എനിക്ക് ഉറപ്പായിട്ടും സിസ്റ്റർ പാടിയതായിരിക്കണം എന്നില്ല. നമുക്ക് ചെറുപ്പം മുതൽ ഇപ്പോൾ ഒന്ന് പെട്ടെന്ന് ഒരുങ്ങി വരാൻ പറഞ്ഞാൽ നമ്മൾ എപ്പോഴും എടുക്കുന്ന ഒരു ഡ്രസ്സായിരിക്കും നമ്മൾ പിന്നെ എടുക്കുന്നത്. നമുക്ക് ഒരു മോസ്റ്റ് ഫേവറേറ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ചെറുപ്പം മുതൽ ഇന്ന് ഇത്രയും കാലം ഇത്രയും പാട്ടുകൾ പാടി, പാട്ടുകൾ കേൾക്കുന്നു. അപ്പോൾ സിസ്റ്റർക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും ഇതാണ് വിഷമിച്ചിരിക്കുമ്പോഴും സന്തോഷിച്ചിരിക്കുമ്പോഴൊക്കെ ഈ പാട്ട് കേട്ടാൽ എൻ്റെ മനസ്സിനൊരു ആശ്വാസം ഉണ്ടാവും, അങ്ങനെ ഒരു പാട്ടുണ്ടോ? എനിക്ക് ശരിക്കും അങ്ങനെ പാട്ടില്ല എന്ന് പറഞ്ഞാൽ, എനിക്ക് അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ഒരു പാട്ട് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. സ്വാഭാവികം എനിക്ക് അങ്ങനെ തോന്നാറില്ല. മറിച്ച് അതായത് നമ്മൾ ചെറുപ്പമൊക്കെ ആയിരുന്നപ്പം ചില പാട്ടുകളല്ലേ പാടുന്നത്. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ കുർബാന സ്വീകരണത്തിന് ഞാൻ പാടുന്നത്, ചെറുപ്പം തൊട്ടേ ഞാൻ ഒത്തിരി പാടുന്നത്, ഇപ്പോഴും ഞാൻ ഇടയ്ക്കിടയ്ക്ക് പാടുന്ന പാട്ട് ഓസ്തിയിൽ വാഴും ദൈവമേ എന്നുള്ള പാട്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. പിന്നെ നമ്മുടെ ഈ കാലഘട്ടങ്ങൾക്കനുസരിച്ച് നമ്മൾ മാറും. എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ സ്പർശിച്ചിട്ടുള്ളതും ഒരുപാട് പേർക്ക് സ്പർശനം നൽകാൻ സാധിച്ചതുമായിട്ടുള്ള പാട്ടാണ് നിന്നെക്കുറിച്ചൊരു പദ്ധതി എന്ന് പറയുന്ന പാട്ട്. പല വൈദികർ പോലും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ധ്യാന സമയത്തൊക്കെ ഈ പാട്ട് വെച്ചിട്ട് ഒത്തിരി പേർക്ക് അതുകൊണ്ട് സൗഖ്യപ്പെട്ടിട്ടുണ്ടെന്നൊക്കെ പറയാറുണ്ട്. പിന്നെ എനിക്ക് സന്യാസവുമായിട്ട് ബന്ധപ്പെട്ട പാട്ടുകളൊക്കെ വരുമ്പം എനിക്ക് ഇപ്പം ഞാൻ കൂടുതലായിട്ട് അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കും. അർപ്പിത വഴിയത്ര ശ്രേഷ്ഠമൊക്കെ എന്നെ ഒരുപാട് സ്പർശിച്ചതും അനേകം പേർക്ക് ഏറ്റുപാടാൻ പറ്റിയെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സന്യാസവുമായിട്ട് ബന്ധപ്പെട്ട പാട്ടുകൾ, എല്ലാ പാട്ടുകളും എനിക്കിഷ്ടമാണ്. പ്രത്യേകിച്ചൊരു പാട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ ടൈമിംഗ് അനുസരിച്ചാണ് ചില പാട്ടുകൾ എന്ന് പറഞ്ഞാൽ, ചിലപ്പോൾ നമുക്കങ്ങനെ തോന്നും. കൂടുതൽ എനിക്ക് മെലോഡിക് സോങ്ങിനോട്, വലിയ ആഘോഷമായ പാട്ടുകളോട് താല്പര്യം കുറവാണ്. ഇപ്പോൾ ഒരു പാട്ട് പാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് പെട്ടെന്ന് സിസ്റ്ററിൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് ഈ പാട്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള പാട്ട് വാഴ്ത്തിയിടുന്ന ഞാൻ എന്നുള്ള പാട്ടാണ്. എന്നാൽ ഇപ്പോൾ നമുക്കതൊന്ന് കേൾക്കാം. വാഴ്ത്തിയിടും നീതാ സ്വർഗനായക, കാത്തുകൊള്ളുക നീ സർവദായക, വിണ്ണിൽ വാഴും നിന്റെ നാമം വന്നിടേണമേ, മധുരം നന്നായിട്ടുണ്ട് സിസ്റ്റർ. ഇതുപോലെ ഒത്തിരി പാട്ടുകൾ പാടുന്നു. അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ സിസ്റ്ററിൻ്റെ ജപമാല പാട്ട് രൂപത്തിലാക്കിയതിൻ്റെ വീഡിയോസൊക്കെ ഉണ്ട്. അപ്പോൾ മാതാവുമായിട്ടുള്ളൊരു ബന്ധം എങ്ങനെയാണ്, മാതാവിനെ കൂട്ടുപിടിക്കുന്ന കാര്യത്തിൽ? അത് 2005 ചെയ്തൊരു പാട്ടാണ്. 2005 ഞാൻ ജപമാല. അപ്പം ഞങ്ങൾ പ്രോവിൻസ് ആദ്യമായിട്ട് നമുക്കൊരു CD, അന്ന് CD ആയിരുന്നു, CD ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ എനിക്കിങ്ങനെ തോന്നി ഇങ്ങനെ ഒരു പാട്ട്, ഈ മാതാവിൻ്റെ അന്ന് ഇങ്ങനെ പാട്ടുകൾ കുറവാണ്, ജപമാല പാട്ടുകൾ കുറവല്ലേ. 2005 കാലഘട്ടം നമുക്ക് CD-കളല്ലേ ഉള്ളൂ, ഈ യൂട്യൂബിലത്തെ പോലെ ഒന്നും ഇല്ലല്ലോ. അന്നേരം എനിക്ക് തോന്നി ഈ മാതാവിൻ്റെ ജപമാല മുഴുവൻ എഴുതി ഒന്ന് ട്യൂൺ ചെയ്യണമെന്നൊരാഗ്രഹം തോന്നി. അങ്ങനെ ഞാൻ ചെയ്ത പാട്ടാണ് ജപമാല. അളവില്ലാത്ത സകലം സ്വരൂപം തൊട്ട് മുഴുവൻ പാട്ടാക്കി, വിശ്വാസ പ്രമാണമൊക്കെ വേറെ ട്യൂണൊക്കെ വെച്ച് ചെയ്ത് മുഴുവൻ രഹസ്യങ്ങളും
പാട്ട് രൂപത്തിലാക്കി ചെയ്തതാണ്. പിന്നെ മാതാവ് ശരിക്കും ഞാൻ ഈ സന്യാസ സമൂഹത്തിലേക്ക് വരാനുള്ള കാരണം തന്നെ മാതാവാണ്. എനിക്ക് കർമ്മല മാതാവിനോട് എൻ്റെ ഈ വസ്ത്രത്തോട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ പറഞ്ഞിട്ട് ഞങ്ങളുടെ സിസ്റ്റേഴ്സ് അവിടെ CMC-കാരാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്നും പറയുമായിരുന്നു, പോവുകയാണെങ്കിൽ നീ കർമ്മലീത്തായി പോയാൽ മതി, CMC പോയാൽ മതി എന്ന് പറയുമായിരുന്നു. അതുകൊണ്ട് എനിക്ക് അതിനോട് അമ്മയോടൊരു ഭയങ്കര ബന്ധമുണ്ട്. മാതാവ് എന്നെ ഇത്രയും എത്തിച്ചതും കൊണ്ടു നടന്നതും കൂടെ നിൽക്കുന്നതും ഒക്കെ അമ്മയാണ്. അപ്പോൾ പിന്നെ അമ്മയോട് സ്നേഹമില്ലാതെ വരുമോ? പിന്നെ ഇപ്പോൾ നോർമലി ഇപ്പം അമ്മയോട് ഇച്ചിരൂടെ അടുത്തോന്ന് എനിക്ക് തന്നെ തോന്നും. കാരണം എൻ്റെ അമ്മ സ്വർഗ്ഗത്തിൽ, എന്നെ പെറ്റു വളർത്തിയ അമ്മ സ്വർഗ്ഗത്തിലാണ്. പിന്നെ ഈ അമ്മയുടെ സാന്നിധ്യം ഇവിടെ കൂടുതൽ ഞാൻ ഒന്നുകൂടെ അനുഭവിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഓക്കെ സിസ്റ്റർ തന്നെ ഇപ്പോൾ പറഞ്ഞു, വീട്ടിൽ നിന്ന് പറഞ്ഞു പോവുകയാണെങ്കിൽ ഈ സന്യാസം. അപ്പോൾ വീട്ടിൽ നിന്ന് അന്നേ സപ്പോർട്ട് ഉണ്ടായിരുന്നു? ഇങ്ങനൊരു ആഗ്രഹം പറഞ്ഞപ്പോൾ ഒരു ഇല്ല സപ്പോർട്ടില്ല. അവിടെ സപ്പോർട്ട് എനിക്ക് തന്നിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഇത് മോശമായതുകൊണ്ട് ഒന്നുമല്ല. അപ്പം നമുക്ക് പുറത്തുനിന്ന് ഒരു നല്ല ഗ്രൂപ്പ്, അതായത് ഞാനന്ന് ഈ പാടാനൊക്കെ പോകുന്നതാണ്, എന്നും സ്വന്തമോടെ പാട്ടിങ്ങനെ റേഡിയോയിൽ കൂടെ കേൾക്കുന്ന ഇതും ഒരു കലാകാരനായ അപ്പനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് കൂടുതൽ താല്പര്യം ഇതങ്ങനെയാണല്ലോ. ദൈവവിളി മോശമായതുകൊണ്ടല്ല കേട്ടോ, മറിച്ച് അപ്പോൾ ബാക്കി എല്ലാവരും പറഞ്ഞാൽ അങ്ങനെ വിടണ്ട, അവൾക്ക് പാടാനുള്ള കഴിവുള്ള കുട്ടിയല്ലേ. അപ്പോൾ അന്നൊന്നും ഇതുപോലെ സാഹചര്യങ്ങൾ നമ്മുടെ കോൺവെൻറ്റുകളിൽ ഇല്ല എന്നൊക്കെ ആണല്ലോ ചിന്തകൾ. അപ്പോൾ അതുകൊണ്ടായിരിക്കാം അന്ന് അതിനെ സപ്പോർട്ട് ചെയ്തിരുന്നില്ല. ഇഷ്ടമായിരുന്നു, പക്ഷേ വലിയ താല്പര്യം. പക്ഷേ അമ്മയ്ക്ക് താല്പര്യമായിരുന്നു. എൻ്റെ അമ്മ എന്നോട് പറഞ്ഞിരുന്നു, നിനക്ക് ഇഷ്ടമാണെങ്കിൽ മാതാവ് നിന്നെ കൊണ്ടുപോകുമെന്ന് പറയായിരുന്നു. ഭയങ്കര സപ്പോർട്ടായിരുന്നു അമ്മ. ബാക്കി എൻ്റെ മ്യൂസിക് ഫീൽഡിലുള്ളവരും ഒക്കെ എനിക്ക് എതിർപ്പായിരുന്നു. എതിർപ്പെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാനുള്ള കാര്യം അതുകൊണ്ടാണ്. ഇത്രയും നന്നായിട്ട് പാടുന്ന കുട്ടി, സിസ്റ്ററിൻ്റെ മറ്റു ഇൻ്റർവ്യൂവിലൊക്കെ കേട്ടു, റേഡിയോയിലൊക്കെ അന്ന് അപ്പം കൊണ്ടുപോകുമായിരുന്നു അത്രയും ദൂരത്തേക്ക് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത്രയും ആഗ്രഹിച്ച് വലിയ ഗായികം അല്ലെങ്കിൽ വേറെ രീതിയിൽ സിനിമ അങ്ങനെയൊക്കെ പോകും എന്നൊരു സ്വപ്നങ്ങൾ സ്വാഭാവികമായിട്ടും അവരുടെ മനസ്സിലുണ്ടാവുമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒത്തിരി എതിർപ്പുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ടാവും. അതിനെയൊക്കെ അന്ന് എങ്ങനെ കൈകാര്യം ചെയ്തു? അന്ന് ചെറുപ്പമാണല്ലോ കുറേയും കൂടി. ഞാൻ പോന്നപ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ പറഞ്ഞല്ലോ എതിർപ്പായിരുന്നു. പിന്നെ ഞാനന്ന് ഗാനമേളയിലൊക്കെ പാടുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ട് വന്നപ്പോഴത്തേക്ക് എല്ലാവർക്കും ഭയങ്കര വിഷമവും ഒക്കെ ആയിരുന്നു. അങ്ങനെ ചിലർ പറഞ്ഞു പോയി കഴിഞ്ഞ് ഇച്ചിരി കഴിയുമ്പോൾ തിരിച്ചു വരുമെന്ന് പറഞ്ഞു. അങ്ങനെ പക്ഷേ ഞാനന്ന് ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഏറ്റവും സപ്പോർട്ടായിട്ട് നിന്ന ജപമാലയാണ്. ഞാൻ അന്ന് വിടുകല എന്ന് പറഞ്ഞ രാത്രികളിലൊക്കെ ഞാൻ ഒരുപാട് ജപമാലയിൽ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം ഞാൻ മാതാവിനോട് പറയായിരുന്നു, മാതാവേ എന്നെ എങ്ങനെയും ഒന്ന് കൊണ്ടുപോകണമെന്ന്. പക്ഷെ എനിക്ക് അന്ന് തൊട്ട് ഞാൻ ഇന്ന് വരെ സന്യാസത്തിലായിരിക്കുമ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് പോകുന്നത്, ഞാനൊരു ജൂൺ 5 വീട്ടിൽ നിന്ന് പോകുന്നത്. അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ 100% സംതൃപ്തയാണ് എൻ്റെ സന്യാസ ജീവിതത്തിൽ. കാരണം ഇത് കൂടുതലൊരു ഞങ്ങളുടെ ചാവർപിതാവ് പറയുന്ന പോലെ മഹാരാജ സ്ത്രീയല്ലേ, അപ്പോൾ പിന്നെ ഇത് കൂടുതൽ എന്താ വേണ്ട നമുക്ക്. അപ്പം എനിക്ക് കഴിഞ്ഞു പോയതിനെക്കുറിച്ചോ അല്ല അതുണ്ടായിരുന്നെങ്കിലോ ഒന്നൊന്നും ഒരിക്കലും ഞാൻ ചിന്തിക്കാറില്ല. കാരണം ഞാൻ ഇവിടെ ആയിരിക്കുന്നതാണ് ഏറ്റവും എനിക്ക് നല്ലത്. ഞാൻ അത്രമാത്രം എല്ലാം കൊണ്ടും ഞാൻ സംതൃപ്തയാണ്. ഇന്ന് അവരും അതിനോട് യോജിക്കുന്നു. ഒരു പക്ഷേ തീർച്ചയായിട്ടും ഇത്ര അവസരങ്ങൾ സിസ്റ്റർ പാടി കാണുമ്പോൾ അവരുടെ ആ മനസ്സൊക്കെ പറഞ്ഞവരുടെ എല്ലാം തിരുത്തി പറയിപ്പിക്കാനായിട്ട് എൻ്റെ അപ്പച്ചനൊക്കെ പറയായിരുന്നു. ചാച്ചൻ ഇപ്പോഴില്ല എങ്കിലും ഞാൻ പിന്നീട് ഞാൻ ഉടുപ്പിട്ടൊക്കെ ചെന്നപ്പോൾ ചാച്ചൻ പറയുമായിരുന്നു, എന്ത് പറഞ്ഞാലും നീ ഞങ്ങൾ മറ്റേതും 6 മക്കൾ എന്നെക്കാട്ടിൽ ഒത്തിരി ഏജ് കൂടുതലുള്ളവരാ മൂത്തവരാ, അവർ വന്നാൽ പോലും നിന്നോട് ഒരു ബഹുമാനമാണല്ലോ എന്ന് ഇങ്ങനെ പറയുമായിരുന്നു. പക്ഷേ ഉടുപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കൽ പോലും അവർക്കിന്നും എൻ്റെ വീട്ടിലെല്ലാവർക്കും എന്നോട് 100% ഇതിനോട് താല്പര്യമാണ്. ഇപ്പം ഞാൻ മടത്തി വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത പിള്ളേർ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവർ പറഞ്ഞു വിടാമെന്ന് പറയും, അവിടെ പൊക്കോ നല്ലതാ, സന്യാസം നല്ലതാ. പക്ഷേ ഇപ്പം എല്ലാവരും ഒരുപാട് സന്തോഷിക്കുന്നു. എനിക്ക് ഇത് അവസരങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അവസരത്തെക്കാട്ടിൽ ഉപരിയായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയല്ലേ. അതുകൊണ്ട് ഈ വാക്കുകൾ ശരിക്കും ഒത്തിരി ഇൻസ്പയറിംഗ് ആണ്. കാരണം ഈ ഒരു ചെയിൻ ബ്രേക്ക് ചെയ്യാൻ ഒരാളുണ്ടെങ്കിൽ അത് കുറേ പേർക്ക് ഇൻസ്പിറേഷൻ ആവും. ഇപ്പോൾ കാലത്രേ മാറി, ഇപ്പോൾ പറഞ്ഞ പോലെ സിസ്റ്റേഴ്സിനെയൊക്കെ നമ്മൾ അവരുടെ കഴിവുകൾ ഒത്തിരി ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട്. എന്നാലും ഇപ്പോഴും ചില കുട്ടികൾ ദൈവവിളി ഉണ്ടെന്ന് പറയുമ്പോൾ പേരൻസ് വിടാതിരിക്കാനുള്ള ഒരു ഇത് കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സിസ്റ്റർ ആവണം എന്നൊക്കെ പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ പോയി കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ചാടി വരും. അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ അവരൊന്ന് പോയി നോക്കട്ടെ, പോയി ഒന്ന് അങ്ങനെ ഒരു മനസ്സ് പോലും വെക്കാതെ അവരെ പിടിച്ചു വെക്കുന്നുണ്ട്. അപ്പം എത്ര പേർക്ക് സിസ്റ്ററിനെ പോലെ കുറച്ചെങ്കിലും ഫൈറ്റ് ചെയ്യാനുള്ളൊരു ഇതുണ്ടാവും എന്നറിയില്ല. പലരും ആ ഒരു ഇതിൽപ്പെട്ട് അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇന്ന് ദൈവവിളികൾ കുറവാണെന്നൊക്കെ പറയുന്നത്. പക്ഷേ എങ്കിലും ഇതുപോലെ സംഗീതത്തിലൂടെയും വാക്കുകളിലൂടെയൊക്കെ ഒത്തിരി പേര് ഈശോയിലേക്ക് വരുന്നുണ്ട്. കാര്യം നമുക്ക് ഒത്തിരി സന്തോഷിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും പാട്ടുകളിലൂടെ ദൈവമഹത്വം നടത്തുന്നു, അല്ലെങ്കിൽ കൗൺസിലിംഗ് ആയിട്ടും ഒക്കെ ഒത്തിരി പേരെ കാണുന്നുണ്ട്. ഇന്ന് നമുക്കറിയാം ലഹരിയായിട്ടും അതും ഇതൊക്കെ ആയിട്ടും നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത് മുഴുവൻ നമുക്കൊട്ടും
കണ്ട് നിൽക്കാൻ പറ്റാത്തതാണ്, അല്ലെങ്കിൽ ഈശോയുടെ മഹത്വത്തിന് തീരെ ചേരാത്ത കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇത്രത്തോളം സംഗീതങ്ങളിലൂടെ ഈശോയെ പുകഴ്ത്തുമ്പോൾ എന്താണ് സിസ്റ്റർക്ക് ഈ കുടുംബാംഗങ്ങളോട്, പ്രത്യേകിച്ച് പേരൻസിനോടൊക്കെ ഒരു മെസ്സേജ് പറയാനുള്ളത്? നമുക്ക് സാധാരണഗതിയിൽ ഇന്ന് വരുന്ന കേസുകളല്ല നാളെ വരുന്നത്. ഒരുപാട് വ്യത്യസ്തമാണ്. കാരണം ഇന്ന് വരുന്ന സമയം ഇച്ചിരി കുറവാണെങ്കിൽ പിറ്റേ ദിവസം വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റാത്തത് അത്രമാത്രം തരം താണതും എല്ലാ തരത്തിലുമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പിന്നെ കുട്ടികൾ കൂടുതലും ഞാൻ കൈകാര്യം ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നത് എല്ലാ കേസുകളും ഒരു പരിധി കഴിഞ്ഞ് കഴിയുമ്പോൾ, ഇപ്പോൾ ഒരു +2 ആയി കഴിയുമ്പോഴാണ് പേരൻസ് കുട്ടികളെയായിട്ട് അയ്യോ അവൻ പ്രോബ്ലമാണ് അല്ലെ അവൾക്ക് പ്രോബ്ലമാണ് എന്ന് പറഞ്ഞ് നമ്മുടെ അടുത്ത് കൊണ്ടുവരുന്നത്. അതിന് സ്റ്റാർട്ടിങ് നമ്മുടെ കുടുംബങ്ങളിലുണ്ടാകുന്ന മെയിനായിട്ടുണ്ടാകുന്ന പ്രെയർ ലൈഫില്ല എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനാ ജീവിതമില്ല, ഒരുമിച്ചുള്ള ഭക്ഷണമില്ല, സംസാരമില്ല, ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന കുറവ് കൊണ്ടാണ് എല്ലാ കുഞ്ഞുങ്ങളെ എന്ന് പറഞ്ഞാൽ അവരെ ചേർത്ത് നിർത്തുന്ന ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു വിശ്വാസ ജീവിതം നമ്മുടെ കുടുംബങ്ങളിൽ കുറയുന്നതാണ് ഇന്ന് കുഞ്ഞുങ്ങൾ ഒരുപാട് പേര് മാറിപ്പോകാനുള്ള കാരണം. ദാമ്പത്യ ജീവിതത്തിലുണ്ടാകുന്ന വിള്ളലുകൾ ഒരു വലിയ കാര്യമാണ്. മിക്ക കുട്ടികളും വന്ന് നമ്മൾ ചോദിച്ചു കഴിയുമ്പോൾ അവർ പറയുന്ന പപ്പയും മമ്മയും മിണ്ടിയിട്ട് കാലങ്ങളായി സിസ്റ്ററെ എന്ന് പറയാറുണ്ട് കുട്ടികൾ. അപ്പോൾ പിന്നെ അവരോട് നമുക്ക് എന്ത് പറയാൻ പറ്റും? അപ്പോൾ അവരവരുടെ ഫോണായി അവരുടെ റൂമായി അവരതിലേക്ക് ഒതുങ്ങിക്കൂടുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഇപ്പോൾ പേരൻസ് കിടന്ന് ഈ അവസാന മുഹൂർത്തത്തിൽ കൊച്ചൊരു വേറൊരു ലെവലിലേക്ക് പോകുമ്പോൾ അവർ ഭയങ്കരമായിട്ടും വേദനിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നമുക്ക് മാതാപിതാക്കൾക്ക് കുടുംബങ്ങളിൽ നിന്ന് തുടങ്ങണം. ഈ കുടുംബമല്ലേ അടുത്ത കുടുംബത്തെ അല്ലേ രൂപപ്പെടുത്തേണ്ടത്. അപ്പോൾ മാതാപിതാക്കൾ ഇത്ര മതി, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, ഒരുമിച്ച് പ്രാർത്ഥിക്കുക, ഒരുമിച്ച് സംസാരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മുടെ കുടുംബത്തെ ആക്രമിക്കുന്നൊരു സാധനമാണ് മൊബൈൽ ഇല്ലേ. അപ്പോൾ അതിനൊക്കെ ഒരു നിഷ്ഠ വയ്ക്കുക. കുടുംബത്തിലെല്ലാവരും ഇന്ന സമയം വരെ അത് ഉപയോഗിക്കുന്നു, അതിനുശേഷം എല്ലാവരും അത് മാറ്റിവെക്കുന്നു. അങ്ങനെയൊക്കെയുള്ളൊരു രീതികൾ കുടുംബത്തിലേക്ക് കൊണ്ടുവരുമ്പം ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ കുടുംബത്തിലുണ്ടാവും. ഞാൻ അനുഭവത്തിലൂടെ പറയുന്നതാണ് കേട്ടോ. കാരണം ഈ കുഞ്ഞുങ്ങളുടെ ഇങ്ങനെ പ്രോബ്ലമായിട്ട് വരുമ്പോൾ ഞാൻ പേരൻസിനോട് പറയാറുണ്ട്, നിങ്ങൾ ഈ മൊബൈൽ ഒരു 9 മണിക്ക് ശേഷം മാറ്റി വെച്ചിട്ട് നിങ്ങൾ ഇച്ചിരി വർത്താനം പറയുകയും പരസ്പര ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്ത് ഒരുമിച്ചിരുന്ന് കഴിച്ചേ, അന്നേരം മാറ്റം വരുമെന്ന്. പിന്നീട് വരുമ്പം ഈ ഫോളോ അപ്പിൽ വരുമ്പോൾ അതിൽ മാറ്റം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എനിക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും, ഇവിടെയാണ് നമുക്ക് ദൈവവിശ്വാസം എത്രമാത്രം ഉണ്ടോ അതാണ് മുമ്പോട്ട് നയിക്കപ്പെടുന്നതെന്ന് അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. ഓക്കെ സിസ്റ്റർ, മൊത്തത്തിൽ നമ്മുടെ സമൂഹത്തിലേക്ക് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ള വാക്കുകളാണ്. ഇന്നെല്ലാവരും കേട്ടിരിക്കേണ്ടതാണ്. സിസ്റ്റർ ഈ പറയുന്ന കാര്യങ്ങൾ എത്രമാത്രം മറ്റുള്ളവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നല്ല. നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും 1-2 ദിവസത്തേക്ക് നമ്മൾ ഫോളോ ചെയ്യും, പക്ഷെ പിന്നെയും ഈ പറയുന്ന പോലെ അതങ്ങ് ബ്രേക്കായി പോവും. ഇതുപോലെ ഓരോ പ്രശ്നങ്ങളാവും, സിസ്റ്ററിൻ്റെയൊക്കെ അടുത്തേക്ക് ഓടി വരും, പിന്നെ നമ്മൾ എങ്ങനെയെങ്കിലും രക്ഷിച്ചു കൊടുക്കും അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻ്റർവ്യൂ സമയത്തിൻ്റെ ഒരു മൂലം ഇനിയും ഒത്തിരി ചോദിക്കണമെന്നുണ്ട്, ഒത്തിരി പാട്ട് കേൾക്കണമെന്നുണ്ട്, പക്ഷെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഒത്തിരി സന്തോഷം, സിസ്റ്ററിൻ്റെ വാക്കുകൾക്ക് ഒത്തിരി നന്ദി. അപ്പോൾ താങ്ക് യു സിസ്റ്റർ. ഓക്കെ, താങ്ക് യു.